കുട്ടികൾക്ക് സ്കൂളുള്ള ദിവസം രാവിലെ ലഞ്ച് ബോക്സിൽ എന്താക്കി കൊടുക്കുന്നുള്ള ആലോചനയിലാവില്ലേ എല്ലാ വീട്ടമ്മമാരും. അതേപോലെ തന്നെയാണ് കേട്ടോ ഞാനും. രാത്രി തന്നെ മനസ്സിലിങ്ങനെ വിചാരിക്കും എന്താ ഇപ്പം നാളെ ലഞ്ച് ബോക്സിലാക്കി കൊടുക്കുക എന്നുള്ളത്. അപ്പം ഇന്നിതാ കിച്ചണിൽ വന്ന് വേഗം ലഞ്ച് ബോക്സ് ഒക്കെ റെഡിയാക്കി എടുക്കുകയാണ്. ചോറൊക്കെ അടുപ്പത്തിട്ടിട്ടുണ്ട്. അപ്പം ഇന്ന് ഉരുളക്കിഴങ്ങ് കൊണ്ടൊരു മെഴുക്ക് വരട്ടിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉരുളക്കിഴങ്ങിന്റെ തൊലിയൊക്കെ കളഞ്ഞ് നീളത്തിലാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് ഒന്ന് പുരട്ടി വെച്ചിട്ടുണ്ടേനും. പിന്നെ അതാ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു 1.5 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് കടുക് ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുത്തതിന് ശേഷം നമ്മൾ മസാലയൊക്കെ തേച്ച് വെച്ച ആ ഉരുളക്കിഴങ്ങ് അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു. അപ്പോൾ നമ്മൾ ഈ കിഴങ്ങ് ചട്ടിക്ക് ഇട്ട് കൊടുത്ത് അപ്പം തന്നെ ഇളക്കി കൊടുക്കരുത്, കുറച്ച് കഴിഞ്ഞിട്ട് വേണം ഇളക്കി കൊടുക്കാൻ കേട്ടോ, അല്ലെങ്കിൽ ആ മസാലയൊക്കെ ആ ഒരു ചട്ടിയിൽ അങ്ങനെ പോവും. അപ്പോൾ മസാലയൊക്കെ കിഴങ്ങുമ്പോൾ തന്നെ നിൽക്കണം. അപ്പോൾ ഒന്ന് അടച്ചു വെച്ചിട്ട് ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടൊരു റെസിപ്പിയാണല്ലേ ഈ ഒരു കിഴങ്ങ് എന്ന് പറഞ്ഞാൽ. ഇവിടുത്തെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. പക്ഷെ ഇതേപോലെ ഇങ്ങനെ മുരിച്ചെടുക്കണം. അപ്പോൾ എപ്പോഴും നമ്മൾ ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണ കാട്ടിലും നല്ലത് ഇതുപോലെ കുറച്ച് എണ്ണയൊക്കെ ഉപയോഗിച്ചിട്ട് മെഴുക്ക് വരട്ടിയൊക്കെ ആക്കി ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. കിഴങ്ങ് ഫ്രൈ ചെയ്ത് കഴിക്കുന്നത് മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതുപോലെ ആകുമ്പോൾ അത്രക്ക് ഓയിൽ വേണ്ട, മറ്റേത് ഫ്രൈ ചെയ്യുമ്പോൾ ഒരുപാട് ഓയിൽ വേണ്ടേ. അപ്പോൾ നമ്മളെ കിഴങ്ങ് ഫ്രൈ ഒക്കെ ആയി. അത് ഞാനൊരു പാത്രത്തേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ചട്ടിക്ക് തന്നെ ഒരു മുട്ടയും കൂടെ പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആ മുട്ടയൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട്. അതാ നമ്മളെ കിഴങ്ങ് കണ്ടാൽ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇതുപോലെ മെഴുക്ക് വരട്ടി ആക്കിയിട്ട് ഉണ്ടാക്കിയാൽ. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഉണ്ടാക്കുന്ന റെസിപ്പി തന്നെയാവും. പിന്നെ കുറച്ച് ചില്ലി ഫ്ലെക്സ് ഉണ്ടെങ്കിൽ ഒന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിലേ ഇതിലേറെ ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ ദാ ചൂടുള്ള ചോറ് പാത്രത്തിലാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ദാ നമ്മളെ കിഴങ്ങ് മെഴുക്ക് വരട്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച മുട്ടയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി അച്ചാർ വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. എൻ്റെ കുട്ടിക്ക് അച്ചാർ പറ്റാത്തതുകൊണ്ട് ഞാൻ അച്ചാർ ഇട്ടിട്ടില്ല. അച്ചാറും ചമ്മന്തിപ്പൊടിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഇന്നത്തെ ലഞ്ച് ബോക്സ് ഇതാണ്.